ഷാഫി പറമ്പിലിനെതിരായ അധിക്ഷേപ പരാമർശത്തെക്കുറിച്ച് പറഞ്ഞ ആളോട് തന്നെ ചോദിക്കണമെന്ന് മന്ത്രി എം പി രാജേഷ്. നല്ല കാര്യങ്ങളൊന്നും ചോദിക്കാനില്ലേ എന്നും മന്ത്രി മാധ്യമങ്ങളോട് ചോദിച്ചു. എന്തൊക്കെ നല്ല കാര്യങ്ങൾ ഒരു ജില്ലാ സെക്രട്ടറി അങ്ങനെ ഒരു പരാമർശം നടത്തി പറഞ്ഞ ആളോട് ചോദിക്കും. പാർട്ടിയുടെ പാലക്കാട് ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള CPMന്റെ പാലക്കാട് ജില്ലാ സെക്രട്ടറി സുരേഷ് ബാബു, ഈ സുരേഷ് ബാബു പറഞ്ഞതിനെ കുറിച്ച് പാലക്കാട് നിന്നുള്ള മന്ത്രിയായിട്ടുള്ള MP രാജേഷിന്റെ മറുപടിയാണ്, അയ്യയ്യേ നല്ല കാര്യങ്ങളൊന്നും ചോദിക്കാനില്ലേ എന്നാണ് MP രാജേഷ് ചോദിക്കുന്നത്. അയ്യോ MP രാജേഷേ, ഇത് നല്ല കാര്യമാണ് രാജേഷേ, ഇത് രാജേഷിന്റെ പാർട്ടി സെക്രട്ടറി പാലക്കാട്, താങ്കളുടെ നാട്ടുകാരൻ, താങ്കളുടെ ജില്ലക്കാരൻ, താങ്കളുടെ പാർട്ടിക്കാരൻ, CPMന്റെ ജില്ലാ സെക്രട്ടറി പറഞ്ഞ കാര്യ രാജേഷ്, അത് കേട്ടില്ലേ? അയ്യയ്യേ രാജേഷ്, എന്തിനാ രാജേഷ് ഇങ്ങനെ മോശമാക്കുന്നത്? മോശമല്ല, നല്ല കാര്യമെന്നേ, നിങ്ങളൊന്നും വന്ന് കേട്ടു നോക്ക്. നല്ല കാര്യമല്ലേ സെക്രട്ടറി പറഞ്ഞിരിക്കുന്നത്, അതിനെയാണോ ഇങ്ങനെ പുച്ഛിച്ച് തള്ളുന്നത്? അയ്യോ, അത് വളരെ മോശമായല്ലോ രാജേഷ്. അതെന്ത് പറ്റി? ഏറ്റെടുക്കുന്നില്ല സഖാക്കള്, സുരേഷ് ബാബുവിനെ ഏറ്റെടുക്കുന്നില്ലേ? എന്ത് പറ്റി? ഇതിപ്പോ MP രാജേഷ് മാത്രമല്ലല്ലോ, രാവിലെ NN കൃഷ്ണദാസ്, അതുപോലെ രാവിലെ തന്നെ AK ബാലൻ, നിങ്ങളുടെ തീവ്രത അളക്കാൻ പോയ മെഷീൻ സ്വന്തമായിട്ട് കണ്ടുപിടിച്ച് മെഷീൻ സ്വന്തമായി കൈവശമുള്ള AK ബാലനടക്കം ഇത് പറഞ്ഞ ആള് തന്നെ, എനിക്കറിയില്ല, ഞാനിതിലൊന്നും കക്ഷി ചേരുന്നില്ലെന്ന് ബാലൻ പറയുന്നു, പറഞ്ഞ ആളോട് ചോദിക്കണമെന്ന് MP രാജേഷ് പറയുന്നു. അപ്പോൾ എന്തേ നിങ്ങൾ ആരും ഏറ്റെടുക്കാത്തത്? പാർട്ടി സെക്രട്ടറി അല്ലേ പറഞ്ഞിരിക്കുന്നത്, ക്യാപ്സ്യൂളുകൾ വന്നില്ലേ നിങ്ങൾക്ക് ആർക്കും? എന്ത് പറ്റി? വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള ക്യാപ്സ്യൂളുകളുടെ വിതരണം നിലച്ചു പോയോ? എന്ത് പറ്റി നിങ്ങൾക്ക് എല്ലാവർക്കും? ആരും NN കൃഷ്ണദാസിനെ അങ്ങ് ഏറ്റെടുക്കുന്നില്ലല്ലോ. അയ്യയ്യയ്യയ്യേ, നാണക്കേട് നാണക്കേട് നാണക്കേട്. അങ്ങനെ ചെയ്യരുത്. കൃഷ്ണദാസ് എന്ന് പറയുന്നത് ജില്ലാ സെക്രട്ടറിയാണ്, പാർട്ടിയുടെ കാര്യമായ ആളല്ലേ, അയാളെ നിങ്ങൾ ഏറ്റെടുക്കണ്ടേ? ഇങ്ങനെയൊക്കെ തള്ളിക്കളഞ്ഞു കഴിഞ്ഞാല് അത് വലിയ മോശമാവില്ലേ? അതും ഷാഫിക്കെതിരെയല്ലേ MP രാജേഷ്, അത് നിങ്ങൾ ഏറ്റെടുത്തില്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടല്ലേ? കാരണം നിങ്ങൾ ടീച്ചർ അമ്മയെ തോൽപ്പിച്ച വ്യക്തിയല്ലേ. നിങ്ങൾ എന്തൊക്കെ പുകിലുകളാണ് ഉണ്ടാക്കിയത്, എന്തൊക്കെ പുകിലുകളാണ് ഉണ്ടാക്കിയത്? നിങ്ങൾ ഒരു കാര്യം ആലോചിക്കണം. 25 വർഷമായി ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന ഒരു യുവജന നേതാവ് 25 വർഷമായി പാലക്കാടിന്റെ മണ്ണിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നു. അയാളുടെ നാടും അയാൾ ജനിച്ച വീടും ഒക്കെ പാലക്കാട്. ഈ 25 വർഷമായിട്ട് പാലക്കാടിന്റെ മണ്ണിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ഷാഫി പറമ്പിൽ കഴിഞ്ഞ 13 വർഷങ്ങൾ പാലക്കാടിന്റെ മണ്ണിൽ MLA ആയിരുന്നു. ഏതുവരെ? 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നത് വരെ 13 വർഷക്കാലം ഷാഫി പറമ്പിൽ പാലക്കാടിന്റെ MLA ആയിരുന്നു. ഈ പാലക്കാടിന്റെ മണ്ണിൽ നിങ്ങളൊന്ന് എടുത്തു നോക്കൂ, കേരളത്തിലെ തന്നെ സംഘപരിവാറിന് ഏറ്റവും അധികം ശക്തിയുള്ള ഒരു സ്ഥലമാണ് ഈ പറയുന്ന പാലക്കാട്. ആ പാലക്കാടിലെ ഒരു സോഷ്യൽ സ്റ്റാറ്റസ് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റി, ഒരു റിലീജിയസ് വൈസ് അവിടുത്തെ ഒരു മത അടിസ്ഥാനത്തിലുള്ള ഒരു സ്റ്റാറ്റസ് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഭൂരിപക്ഷവും ഹിന്ദു വിശ്വാസികളായിട്ടുള്ള നല്ലവരായ പാലക്കാട്ടുകാരാണ്. അവിടെ ഈ 13 വർഷം MLA ആയിട്ടും അതിനിടയിൽ ആകെ മൊത്തം 25 വർഷത്തോളം പാലക്കാടിന്റെ മണ്ണിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിക്കൊണ്ടിരുന്ന ഷാഫി പറമ്പിൽ ഒരിക്കലും ഒരു വർഗീയവാദിയായിരുന്നില്ല. അയാളുടെ ഷാഫി എന്നുള്ള പേരോ അയാളുടെ വിശ്വാസമോ ഒന്നും അവിടെ ഒരു പ്രശ്നമേ അല്ലായിരുന്നു. അവിടെ ഷാഫി പറമ്പിൽ എല്ലാ അർത്ഥത്തിലും സ്വീകാര്യനായിരുന്നു എന്നുള്ളതാണ്. എല്ലാ അർത്ഥത്തിലും എല്ലാവർക്കും അവിടെ ഷാഫിയുടെ പേരോ അയാളുടെ വിശ്വാസമോ ഒന്നും ആർക്കും ഒരു പ്രശ്നമായിരുന്നില്ല എന്ന്. അവിടെ ഒരു കാര്യം കൂടി നിങ്ങൾ നോക്കണം. ഈ പാലക്കാടിന്റെ മണ്ണിൽ ഏറ്റവും കൂടുതൽ, ഞാൻ പറഞ്ഞില്ലേ, ഏറ്റവും കൂടുതൽ സംഘപരിവാറിന്റെ ശക്തി കേന്ദ്രങ്ങളിൽ ഒന്നാണ് പാലക്കാട്. ആ പാലക്കാട്ട് സംഘപരിവാറുകാരൻ പോലും ഒരിക്കലും ഷാഫിയുടെ മതത്തെയോ അയാളുടെ വിശ്വാസത്തെയോ ചോദ്യം ചെയ്യുവാനോ അത് ഉയർത്തിപ്പിടിച്ച് അയാൾ ആക്രമിക്കുവാനോ സംഘപരിവാറുകാർ തയ്യാറായില്ല. ബട്ട് നേരെ മറിച്ച് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഈ ഷാഫി പറമ്പിൽ വടകരയിൽ മത്സരിക്കാനെത്തിയപ്പോ ടീച്ചറമ്മ എന്ന് പറയുന്ന കേരളം കണ്ട ഏക ഭൂലോക തോൽവിയായ ആരോഗ്യമന്ത്രിയെ നേരിടാൻ വടകരയിൽ എത്തിയപ്പോ ആ വടകരയിൽ CPMകാരെ ആദ്യം പുറത്തെടുത്ത ആയുധം എന്ന് പറയുന്നത് വർഗീയതയുടെ കാർഡായിരുന്നു.
അല്ലേ? അതേ CPM-കാര് ഇന്ന് പാലക്കാട്ട് അധിക്ഷേപത്തിന്റെയും വ്യക്തിഹത്യയുടെയും തേജോവധത്തിന്റെയും അങ്ങനെ എല്ലാ മര്യാദകളും ലംഘിച്ചുകൊണ്ട്, എല്ലാ സീമകളും ലംഘിച്ചുകൊണ്ട്, ഇത്തരത്തിൽ എല്ലാ സീമകളും ലംഘിച്ചുകൊണ്ട് മര്യാദയുടെയും രാഷ്ട്രീയ മര്യാദയുടെയും ഒക്കെ അതിർവരമ്പുകൾ ലംഘിച്ചുകൊണ്ട് CPM-ന്റെ ജില്ലാ സെക്രട്ടറി ഇത്തരത്തിൽ അധിക്ഷേപങ്ങൾ നടത്തുമ്പോൾ അത് ഒരുമാതിരി നെറികെട്ട രാഷ്ട്രീയ പ്രവർത്തനമല്ലേ? ഷാഫിയെ നേരിടാൻ കഴിയാതെ വന്നപ്പോൾ സംഘപരിവാറുകാരൻ പോലും ചെയ്യാൻ മടിച്ചു നിന്ന കാര്യം സഖാക്കൾ ചെയ്യുന്നു എന്നുള്ളതാണ്. വർഗീയതയുടെ കാർഡിറക്കുന്ന ഈ സഖാക്കൾ സംഘപരിവാറുകാരല്ല, വ്യക്തി അധിക്ഷേപത്തിന്റെ കാർഡിറക്കുന്ന ഈ സഖാക്കൾ അല്ലെങ്കിലും അതങ്ങനെയാണല്ലോ. കേരളത്തിന്റെ രാഷ്ട്രീയത്തിൽ നിങ്ങളൊന്ന് എടുത്തു നോക്കൂ. വ്യക്തി അധിക്ഷേപങ്ങളും തേജോവധങ്ങളും അധിക്ഷേപങ്ങളും ഒക്കെ നിറഞ്ഞ ഒരു രാഷ്ട്രീയ പശ്ചാത്തലവും ഒരു ചരിത്രവും എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അത് CPM-ന് മാത്രം അവകാശപ്പെട്ടതാണ്. രാഷ്ട്രീയ എതിരാളികളെ ആശയപരമായിട്ട് ആദർശപരമായിട്ട് നേരിടാൻ കഴിയാതെ വരുന്നിടത്ത് ആ വ്യക്തികളെ തേജോവധം ചെയ്യാൻ, ഇല്ലായ്മ ചെയ്യാൻ ഇറക്കുന്ന ഈ സ്ത്രീകളെ മുന്നിൽ നിർത്തിക്കൊണ്ട് കളിക്കുന്ന കളികളാണ് CPM-ഉം സഖാക്കളും കാലാകാലങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഏറ്റവും അവസാനത്തെ ഇരയാണ് ഈ ഷാഫി പറമ്പിൽ എന്ന് പറയുന്നത്. ബട്ട് ഈ ഷാഫിയുടെ കാര്യത്തിൽ നിങ്ങൾക്ക് തെറ്റുപറ്റി എന്നുള്ളതാണ്. നിങ്ങൾക്ക് തെറ്റുപറ്റി എന്നല്ല, അത് നിങ്ങളുടെ കരണത്ത് കിട്ടിയ അടിയായി മാറി. ഷാഫിയെ സുരേഷ് ബാബു ചൊറിഞ്ഞത്, സുരേഷ് ബാബുവിനെ പിന്തുണക്കാൻ എന്തേ MP രാജേഷ് തയ്യാറാവുന്നില്ല, അതല്ലെങ്കിൽ AK ബാലൻ തയ്യാറാവുന്നില്ല, അവരുടെ മുതിർന്ന നേതാവ് NN കൃഷ്ണദാസ് പോലും ഈ പറയുന്ന സുരേഷ് ബാബുവിനെ തള്ളിപ്പറയുന്നു. എന്ത് പറ്റി? ഇവരൊക്കെ പാലക്കാട് നിന്നുള്ളവരല്ലേ? എന്തേ AK ബാലന്റെ കയ്യിൽ, ജില്ലാ സെക്രട്ടറിയുടെ കയ്യിലുള്ള രേഖകളൊന്നും AK ബാലന് ലഭിക്കുന്നില്ലേ? സംസ്ഥാന കമ്മിറ്റി അംഗമല്ലേ AK ബാലൻ? AK ബാലൻ ഇതൊന്നും ലഭിക്കുന്നില്ലേ? അതോ കൃഷ്ണദാസ് ഇതൊക്കെ പിടിച്ചു വെച്ചിരിക്കുകയാണോ? എന്ത് പറ്റി? അപ്പോ എന്തുകൊണ്ടാണ് ഇവരൊക്കെ ഈ ഈ പറയുന്ന സുരേഷ് ബാബുവിനെ പിന്തുണക്കാൻ തയ്യാറാവാത്തത്? ഇപ്പൊ രാജേഷ് പറഞ്ഞു കേട്ടില്ല, അയ്യേ നാണക്കേട്. ഇതിലും നല്ല വാർത്തകളൊന്നും ചോദിക്കാനില്ലേ എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ ഇത് മോശമാണെന്ന് നിങ്ങൾക്ക് തന്നെ തോന്നുന്നുണ്ടോ? മോശമാണെന്ന് നിങ്ങൾക്ക് തന്നെ വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങൾ തന്നെ വിശ്വസിക്കുന്നുണ്ടോ? വല്ലാത്തൊരു അവസ്ഥയായി പോയല്ലോ സഖാക്കളെ നിങ്ങളുടേത്. ഇതാണോ നിങ്ങളുടെ രാഷ്ട്രീയം എന്ന് പറയുന്നത്? പല വിധത്തിലുള്ള രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും പല രീതിയിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. ബട്ട് ഇതൊരുമാതിരി, ഇതിന് ആരോപണങ്ങൾ എന്നല്ലല്ലോ പറയുന്നത്, ഇതിന് അധിക്ഷേപങ്ങൾ എന്നല്ല പറയുന്നത്, ഇതിന് വ്യക്തിഹത്യ എന്നല്ല പറയുന്നത്, ഇതിന് തേജോവധം ചെയ്യുക എന്നല്ല പറയുന്നത്. ഇതിനെ എങ്ങനെയാണ് രാഷ്ട്രീയ പ്രവർത്തകന് യോജിച്ചതാണോ? അതും ജില്ലാ സെക്രട്ടറി സ്ഥാനത്തിരിക്കുന്ന ആ കസേരയിലിരിക്കുന്ന ഒരു വ്യക്തിക്ക് യോജിച്ചതാണോ? അങ്ങനെ അത്തരത്തിലുള്ള എന്താ പറയേണ്ടത്, ഇത്തരത്തിൽ ഇരിപ്പിടവും സ്ഥാനവും മാനവും ഒന്നും നോക്കാതെ പ്രവർത്തിക്കുന്ന നാണം കെട്ട, മര്യാദയില്ലാത്ത, ഒരു കൾച്ചർ ഇല്ലാത്ത, സംസ്കാരമില്ലാത്ത ആളെയാണോ, ഒരു ചെറ്റയെയാണോ നിങ്ങൾ പിടിച്ചുകൊണ്ടുപോയി നിങ്ങളുടെ ജില്ലാ സെക്രട്ടറി സ്ഥാനത്തിരുത്തിയിരിക്കുന്നത്? എന്തൊരു നെറികെട്ട ഏർപ്പാടാണിത്! എന്തൊരു നെറികെട്ട ഏർപ്പാടാണ്! അതല്ലെങ്കിലും നെറികേടുകൾ മാത്രമല്ല നിങ്ങളുടെ കയ്യിലുള്ളൂ. ഷാഫിക്കെതിരെ നിങ്ങൾ കുറെ കാലമായിട്ട് നിങ്ങൾക്ക് ചൊറിഞ്ഞു തുടങ്ങിയതാണ്. വടകരയിൽ നിങ്ങൾ കാഫിർ സ്ക്രീൻഷോട്ട് ഇറക്കിയിട്ട് നിങ്ങളുടെ സതീദേവി അടക്കമുള്ളവർ അത് പ്രചരിപ്പിക്കുന്നതിന്റെ പിറകെയായിരുന്നു. നിങ്ങളുടെ പൊന്നാപുരം കോട്ടയാണെന്ന് പറഞ്ഞ വടകരയിൽ നിങ്ങളുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ മലർത്തിയടിച്ചുകൊണ്ടാണ് ഈ പറയുന്ന ഷാഫി പറമ്പിൽ ഉയർത്തെഴുന്നേറ്റത്. അപ്പോ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഷാഫി പറമ്പിൽ എന്നും കണ്ണിലെ കരട് തന്നെയാണ്. അത് ഷാഫി മാത്രമല്ല കേട്ടോ, രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യത്തിലും ഇതൊക്കെ തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്. ഇപ്പൊ രാഹുലിന്റെ കാര്യത്തിൽ നിങ്ങൾ പ്രതീക്ഷിച്ച പോലെ കാര്യങ്ങൾ നടന്നില്ല എന്ന് മാത്രമല്ല, വിവാദങ്ങളെല്ലാം കെട്ടടങ്ങുമ്പോഴും രാഹുൽ MLA ആയിട്ട് തുടരുന്നു. അത് മാത്രമല്ല, കഴിഞ്ഞ ദിവസം രാഹുൽ പാലക്കാട്ട് തിരിച്ചെത്തുന്നു. പാലക്കാട്ട് സജീവമാകുമ്പോൾ അത് നിങ്ങളെ വല്ലാതെ വിറളി പിടിപ്പിക്കുന്നുണ്ട്, നിങ്ങളെ വല്ലാതെ ദേഷ്യം പിടിപ്പിക്കുന്നുണ്ട്, അത് നിങ്ങളെ വല്ലാതെ ആകുലരാക്കുന്നുണ്ട് എന്ന് കരുതിയിട്ട് നിങ്ങളുടെ ദേഷ്യവും രോഷവും പകയും വൈരാഗ്യവും ഒക്കെ തീർക്കാനുള്ള വ്യക്തിയല്ല ഷാഫി പറമ്പിൽ. അത് നിങ്ങൾ മനസ്സിലാക്കണം. അങ്ങനെ ഇത്തരത്തിൽ വ്യക്തിഹത്യ ചെയ്യുവാനും തേജോവധം ചെയ്യുവാനുമാണ് നിങ്ങളുടെ തീരുമാനമെങ്കിൽ തിരിച്ചുള്ള പ്രതികരണങ്ങളും ആ രീതിയിലായിരിക്കും എന്നുള്ളത് നിങ്ങൾ ഓർക്കുന്നത് നല്ലതാണ്.